ഇപ്പോൾ മുത്തങ്ങ സമരത്തിൻ്റെ 23-ാം വർഷമാണ് അതിൻ്റെ ഒരു വിധി വന്നത്. ഇപ്പോൾ അറിയായിരിക്കും, കഴിഞ്ഞ വെള്ളിയാഴ്ച ആണ് വിധി വന്നിരിക്കുന്നത്. അതിനകത്തുള്ള ഒരു വിവേചനം അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് അന്ന് ആ സ്പോട്ടിൽ വെടികൊണ്ട് മരണപ്പെട്ട ജോഗി അണ്ണൻ്റെ മരണം ശരിക്കും അന്വേഷണമേ നടത്തിയിട്ടില്ല. പുനരന്വേഷണമല്ല, അന്വേഷണമേ നടത്തിയിട്ടില്ല. ഒരു അന്വേഷണം നടന്നു പാതി വഴിയിൽ നിർത്തുവാണെങ്കിൽ അതിന് പുനരന്വേഷണം എന്ന് പറയാം. ഇത് ഒരു അന്വേഷണം നടക്കാത്തതുകൊണ്ട് അത് ഒരു വിവേചനപരമായിട്ടുള്ള ഒരു നിലപാട് ശരിക്കും വന്നിട്ടുണ്ട്. അത് ആദിവാസികളോട് കാണിക്കുന്ന ഒരു വിവേചനം എന്നുള്ള രീതിയിലാണ് ഞങ്ങളതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് അന്വേഷണം നടത്തണം. ജോഗി അണ്ണൻ്റെ കേസ് മരണത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തി അതിലെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കുന്ന നടപടിയും ജോഗി അണ്ണൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരവും എന്നുള്ള കാര്യവും ചെയ്യണം. അത് ഈ 23 വർഷമായപ്പോൾ അത് ചെയ്യാതിരുന്നത്, ഇപ്പോൾ നമ്മൾ ശരിക്കും ഇതിൻ്റെ ഇടയിൽ ജോഗി അണ്ണൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേസ് കൊടുത്തിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ നമ്മൾ 6 വർഷത്തോളം നീണ്ടു നിന്ന കേസ് നടത്തിയിരുന്നു. അപ്പോൾ ഹൈക്കോടതി വിധി അവസാനം പറഞ്ഞത് മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള ഒരു ഏജൻസിയെ നിങ്ങൾക്ക് സമീപിക്കാം എന്നാണ് അവസാനം അവിടുന്ന് ഒരു വിധി കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ കേസിന് വളരെ വിവേചനപരമായിട്ടുള്ള ഒരു വിധിയായി അതിൻ്റെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനും ഈ കേസ് അന്വേഷണം നടത്തി ഇതിന് ജോഗി അണ്ണനും കൂടെ നീതി കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം. അത് അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിക്കാൻ തന്നെ തീരുമാനിച്ചത്. പുനരന്വേഷണമല്ല, അന്വേഷണമേ നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു അന്വേഷണം നടത്തി പാതി വഴിയിലാണെങ്കിലല്ലേ പുനരന്വേഷണം പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇത് അന്വേഷണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് അന്വേഷണം നടത്തണം എന്ന് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടും. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ കേരളത്തിലെ സർക്കാരിനെ കാണും. കണ്ടിട്ട് ഈ കാര്യം സർക്കാരിനോട് അറിയിക്കും. അപ്പോൾ ഇപ്പോൾ സർക്കാർ നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് പരമാവധി സർക്കാരിൻ്റെ ഇടയിൽ അതിലുപരി ഇപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന കേസിൽ 74 പേര് പ്രതികളായിട്ടുള്ള കേസാണ് ഇനി വരാനുള്ളത്. അതിനകത്ത് ഞാൻ ശരിക്കും 1-ാം പ്രതിയായിട്ടുള്ള കേസാണ് ഇനി വരാനുള്ളത്. 74 പേരടങ്ങുന്ന ആ കേസ് ശരിക്കും വെറുതെ വിടാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ നടന്ന കേസിൽ തന്നെ എല്ലാവർക്കും അറിയാം, അന്ന് എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. മരണത്തിൽ പോലും കേസിൽ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെറുതെ വിട്ട സ്ഥിതിക്ക് ഇപ്പോൾ ഈ കേസ് വീണ്ടും നടത്തേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ഈ കേസ് ശരിക്കും ഒഴിവാക്കണം എന്നും കൂടിയാണ് നമ്മളുടെ ഒരു ആവശ്യം. അപ്പോൾ അതും നമ്മൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനോട് ഈ കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്തിക്കും. അപ്പോൾ നമ്മൾ താമസിയാതെ തന്നെ ഈ കാര്യം സർക്കാരിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് ചെയ്യും. കഴിഞ്ഞ ദിവസം ഗോത്ര മഹാസഭയുടെ തന്നെ വിഭാഗത്തിൻ്റെ അവർ ഈ വിഷയം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഒരു യോജിച്ച പ്രക്ഷോഭം, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുത്തങ്ങ സമരത്തിനടക്കം ഒരു യോജിപ്പോട് കൂടിയുള്ള പ്രവർത്തനമാണ് നടന്നിരുന്നത്. പക്ഷേ പിന്നീട് സ്പ്ലിറ്റ് ആവുകയും 2 ധ്രുവങ്ങളിലാവുകയും ചെയ്തൊരു അവസ്ഥയുണ്ട്. ഒരു യോജിച്ച പ്രക്ഷോഭം അല്ലേ ഇതിനകത്ത് ഗുണം ചെയ്യുക? അത്തരത്തിലുള്ള സാധ്യത ഉണ്ടോ? ഇല്ല, ഇപ്പോൾ മുത്തങ്ങ സമരം പോലെയുള്ള ഒരു സംഭവം വരുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് വേർതിരിഞ്ഞ രീതിയിലൊരു സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മുത്തങ്ങയിൽ ഇപ്പോൾ ഗോത്ര പൂജ അടക്കം നടത്തുമ്പോൾ ഗീതാനന്ദനും ഞാനും ഒരുമിച്ച് പ്രവർത്തനം ഇല്ലെങ്കിലും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ വേർതിരിഞ്ഞിട്ടുള്ള ഒരു സംഭവം ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗോത്രസഭയുടെ പേര് തന്നെ മുത്തങ്ങ, ഇപ്പോൾ ഇവർ പറയുന്നത്, ഇപ്പോൾ ഗോത്രസഭയുടെ പ്രസിഡന്റ് ഞാനാണ്, ഇപ്പോൾ ഖജാൻജി ഇരിക്കുന്ന ദേവിയാണ്, ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ബാബുവാണ് ഇതിൻ്റെ സെക്രട്ടറി. അപ്പോൾ ഗോത്രമഹാസഭയുടെ പേരിലാണ് അവർ പത്രസമ്മേളനം പലതും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിന് ഇതുവരെ എതിർത്ത് പറഞ്ഞിട്ടില്ല. ശരിക്കും ഗോത്രമഹാസഭ യഥാർത്ഥത്തിൽ നമ്മളാണ് ശരിക്കും ഗോത്രമഹാസഭ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ അടക്കം നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ അവർ പറയുമ്പോൾ ഈ ഗോത്രമഹാസഭയുടെ പേര് ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് നമുക്കതൊരു വിവാദം ഉണ്ടാക്കാം. അത് ആദിവാസികളുടെ കാര്യങ്ങൾ ഒരുമിച്ച് അതിൽ വിവാദം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്തരം ഒരു ശ്രമം ചെയ്യാതിരിക്കുന്നത്.